ഇന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇങ്ങനെ ചാടിക്കളിച്ച് ബാക്കിയുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെ സംസാരിക്കാമെന്ന് ഇന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കിപ്പോൾ നല്ല സ്കില്ലുണ്ട്, പക്ഷെ ആ സ്കില്ലിനനുസരിച്ച് നമുക്ക് സംസാരിക്കാനുള്ള കഴിവില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടുന്നത് 100-ൽ 10-ഓ 20-ഓ മാർക്കായിരിക്കും. അതേസമയം നമുക്ക് കാര്യമായിട്ട് സ്കില്ലില്ല, പക്ഷെ എന്ത് തന്നാലും അതിനെക്കുറിച്ച് പറയാനുള്ള സ്കില്ല് നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്തായിരിക്കും? 100-ൽ 90 മാർക്കും നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. എന്തിനെക്കുറിച്ചും നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്ന ക്ലാസ് മുറികളിൽ നമുക്ക് ഇടതടവില്ലാതെ സംസാരിക്കാൻ പറ്റണം. അതോടുകൂടി നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മവിശ്വാസവും നമുക്ക് വരും. അപ്പോൾ ആദ്യമായിട്ട് പല ആളുകളും പറയാറുള്ള പ്രശ്നം, നമ്മുടെ സ്റ്റുഡൻസ് ആകട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള കോൺടാക്ട് ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്ന പ്രശ്നം, എനിക്ക് ആത്മവിശ്വാസമല്ല, എൻ്റെ ആശയങ്ങൾ ബാക്കിയുള്ളവരോട് പറയാനുള്ള ആത്മവിശ്വാസം എനിക്ക് ലഭിക്കുന്നില്ല. നിങ്ങളും അങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നില്ലേ? അപ്പം നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ അഭാവത്തിന് കാരണം. യെസ്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി പല ആളുകളിലും കണ്ടുവരാറില്ല, എന്നാൽ പല ആളുകൾ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താറില്ല. ഇത് കുറച്ച് നമ്മളൊരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയോടെ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി ഏറ്റെടുക്കണം, എങ്കിലും നമുക്കിത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മൈൻഡ്. സപ്പോസ് നമ്മുടെ മൈൻഡ് ഒരു വാട്ടർ ടാങ്ക് രൂപത്തിലാണുള്ളത്. ഇതിന് പുറത്തോട്ടൊരു വാൾവുണ്ട്, ഇവിടെ ഒരു ടാപ്പ് ഉണ്ട്. ആ ടാപ്പിൽ നിന്നും പുറത്തോട്ട് വരുന്ന വെള്ളം, അതാണ് നമ്മുടെ സംസാരത്തിൻ്റെ ഔട്ട്കം. അപ്പോൾ ഈ ടാങ്കിൽ നമ്മുടെ മനസ്സിൽ ആശയങ്ങളുടെ സ്ഥിതി വളരെ പരിമിതമാണെങ്കിൽ, ഇത്രയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം വരാൻ പ്രയാസപ്പെടും. പിന്നെ ഇവിടെ നിന്ന് അല്പം കൂടുതലാണെങ്കിൽ ഇങ്ങോട്ട് തുള്ളികളായിട്ട് വെള്ളം വരും. ഓക്കെ, ഇവിടെ നിറയുന്നതിനനുസരിച്ച്, ഇവിടെ ആശയങ്ങൾ നിറയുന്നതിനനുസരിച്ച് ഈ ടാപ്പിലൂടെ പുറത്തോട്ട് പോകുന്ന ഔട്ട്കമ്മിന് എന്ത് കൂടും? വേഗത കൂടും, ക്ലാരിറ്റി കൂടും, നല്ല ഇടതടവില്ലാതെ ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ നിറക്കണം. നമ്മൾ എന്താണോ സംസാരിക്കാൻ പോകുന്നത്, എന്തിനെ കുറിച്ചാണോ പറയാൻ പോകുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഒരു ഫോൺ തന്നു. ഈ ഫോൺ തന്നിട്ട് പറഞ്ഞു ഇതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഫോൺ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്കതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്താ? എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഐഡിയ ഇല്ല. ഞാൻ ഈ ഫോണിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ ഇതിന് ക്യാമറ ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ ഉണ്ട്, മറിച്ച് ഗാലറി ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ. അതേസമയം ബാക്കിയുള്ള ഫോണുകളുടെ ഒക്കെ ഫീച്ചേഴ്സ് എന്തൊക്കെ മനസ്സിലാക്കി, ഇതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കി, അതിൻ്റെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് ഞാൻ അതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കി വെച്ചെങ്കിൽ മാത്രമേ എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ ഇന്ന് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം, നമ്മൾ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ വേണം. അപ്പം അങ്ങനെയുള്ള ധാരണകൾ ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും നല്ലൊരു വഴിയാണ് വായന. വായിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ആശയങ്ങൾ കിട്ടും. നമുക്ക് എല്ലായിടത്തും ഫോണിനെ കുറിച്ച് സംസാരിക്കണം എന്നില്ല. നമുക്ക് ചിലപ്പോൾ മീറ്റിംഗ് വരുമ്പോൾ പുതിയ ഐഡിയകൾ, പുതിയ ആശയങ്ങൾ പറയാനായിരിക്കും. അവിടെ നമുക്ക് ആശയങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാവനാശേഷി വർദ്ധിക്കണം. അപ്പോൾ ആ ഭാവനാശേഷി വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് വായന. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ വായന ആരംഭിക്കാൻ തീരുമാനിക്കുക. വായിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് പുതിയ വൊക്കാബുലറീസ് കിട്ടും, മാത്രമല്ല നമുക്ക് പുതിയ സെന്റൻസുകളുടെ പാറ്റേൺ കിട്ടും. നമ്മൾ പതിവായി സംസാരിക്കുന്ന ആ ശൈലിയിൽ നിന്ന് കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് കേൾക്കുമ്പോൾ ഒരു ആകർഷണീയമായ രീതിയിൽ സംസാരിക്കാനുള്ള രീതിയിൽ നമുക്ക് വായിക്കുമ്പോൾ താനെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടും. കാരണം എഴുത്തിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. ആ പാറ്റേണിലേക്ക് നമ്മുടെ സംസാരത്തെ കൂടി കൊണ്ടുവരാൻ പറ്റിയാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ ഒരു കാരണമാണ് നമ്മുടെ ഔട്ട്ലുക്ക്. നമുക്ക് അത്യാവശ്യം സംസാരിക്കാനും കാര്യങ്ങളെക്കുറിച്ച് ഐഡിയ ഒക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ചെന്ന് നിൽക്കുന്നിടത്ത് നമ്മളാണ് ഒരു ഏറ്റവും മോശമായ രീതിയിൽ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ബാക്കിയുള്ളവർ നമ്മളെക്കാൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നല്ല മാനേഴ്സോട് കൂടി നിൽക്കുന്നു, പക്ഷെ നമ്മൾ അങ്ങനെയല്ല എന്നൊരു ഫീല് നമുക്കുണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സംസാരിക്കാൻ, അവിടെ പെർഫോം ചെയ്യാനുള്ള ആത്മവിശ്വാസം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇടങ്ങളിൽ അവിടുത്തേതായ ഒരു ഔട്ട്ലുക്ക് നമുക്കുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മറ്റൊരു കാര്യമാണ് നമ്മുടെ ഭയം, നമ്മുടെ പേടി. നമുക്ക് അത്യാവശ്യത്തിന് കാര്യങ്ങൾ അറിയാം, പക്ഷേ ക്ലാസ് മുറിയിലേക്ക് പോകുമ്പോൾ എന്താണ് പഠിപ്പിക്കേണ്ടത് അറിയാം, പക്ഷേ നമ്മൾ ക്ലാസ് മുറിയിൽ എത്തുമ്പോൾ അത് സംസാരിക്കാനുള്ള ഭയം രൂപപ്പെടാനുള്ള കാരണം എന്താണ്? പല കാരണങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകുന്ന കാരണം നമ്മുടെ ചെറുപ്പകാലത്തിലോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിലോ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിച്ചപ്പോൾ ബാക്കിയുള്ളവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തി.
ആ നിരുത്സാഹപ്പെടുത്തിയ ആദ്യത്തെ തവണ ചിലപ്പോൾ നമുക്ക് കാര്യമാക്കിയിട്ടുണ്ടാവില്ല, രണ്ടാമത്തെ തവണയും നമ്മളെ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ പിന്നെ നമുക്ക് സംസാരിക്കാൻ പേടിയായി. അങ്ങനെ ആ പേടി വളർന്ന് വളർന്ന് മൊത്തത്തിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ബാധിച്ചു. അതായിരിക്കാം 99% ആളുകളുടെയും പേടിയുടെ കാരണം. അപ്പൊ ഇനി അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം? ഇനി അതിനെ മറികടക്കാൻ അത്ഭുതങ്ങൾ സംഭവിക്കാനോ അല്ലെങ്കിൽ ഓരോരുത്തരും ഒന്നും നമ്മളെ പ്രശംസിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ആളെ കിട്ടണ്ടേ? ആളെ കിട്ടാതെ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? നമുക്ക് ഇതുപോലെ അടഞ്ഞു കിടക്കുന്ന ഒരു മുറി, ആ മുറിയിൽ ഒരു ഫോണും, നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ഫോണ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്ന പോലെ നിങ്ങൾ ലോകാവസാനത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ അന്താരാഷ്ട്രത്തെ കുറിച്ച്, ആഗോളതാപനത്തെ കുറിച്ച്, നിങ്ങൾക്ക് കിട്ടുന്ന വിഷയങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ എന്താണോ അതിനെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കാം. ഒരു ദിവസം 2 ദിവസവും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഒരാഴ്ച സംസാരിക്കുമ്പോൾ, ഒരു മാസക്കാലം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി മാറ്റം ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി. നിങ്ങൾ ഈ വ്ളോഗേഴ്സിനെ കണ്ടിട്ടില്ലേ? അവരുടെ ആദ്യ സമയത്തുള്ള വ്ളോഗുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ ഇങ്ങനെ പതിയെ പതിയെ വാക്കുകൾ ഒപ്പിക്കാൻ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ 1 മാസം 2 മാസക്കാലം അവർ വ്ളോഗ് ചെയ്തതിന് ശേഷമുള്ള അവരുടെ സംസാരം നോക്ക്. ഏത് ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ കൊണ്ടുചെന്നിട്ടാലും അവർക്ക് അവിടെ നിന്ന് ഇടതടവില്ലാതെ സംസാരിക്കാൻ, ആശയങ്ങൾ രൂപപ്പെടുത്താനും കഴിയും. അതിന് കാരണം എന്താ? അവർക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതിനുള്ള ആത്മവിശ്വാസം വളർന്നു വന്നതല്ല, മറിച്ച് നിരന്തരമായ പ്രാക്ടീസ്. ഇനി അവർ വെറുതെ നിന്നാലും, കാര്യമായിട്ടൊന്നും ചെയ്യാതിരുന്നാൽ പോലും അവർക്ക് സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. ഓക്കെ, പിന്നെ അടുത്തൊരു ട്രിക്കാണ് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം. അതൊന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, നമ്മൾ എവിടെന്നെങ്കിലും ഒരു ആശയം കേൾക്കുന്നു, ഈ സംസാരിക്കുക, ആശയങ്ങളെ മനോഹരമായ രീതിയിൽ കൺവേ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു പാഷനാക്കി മാറ്റുക. ഇപ്പോൾ നമ്മൾ വായിക്കുന്നതിനിടയിൽ ഏറ്റവും നല്ല ഒരാശയം നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് വേണം? ആ ആശയങ്ങൾ ആരോടെങ്കിലും പറയണം. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി തീരുമാനിക്കാം, ഈ ആശയം എനിക്ക് എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് അവരോട് പ്രകടിപ്പിക്കണം. അത് എന്തുമാകാം. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതാകും. ആ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാം, ഇത് സാധാരണ പറയുന്ന രീതിയിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കണം. അപ്പോൾ അത് വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കുക എന്ന് നമ്മൾ പഠിക്കാം. ഇനി കുട്ടികളുടെ അടുക്കൽ പോകുമ്പോൾ ബാക്കിയുള്ള അധ്യാപകരൊക്കെ പഠിപ്പിക്കുന്ന ആ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ളൊരു വാശി നമ്മളെ ഉള്ളിൽ ഉണ്ടാക്കുക. എന്നിട്ട് ആ വിഷയത്തെ എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പഠിക്കാമെന്ന് ChatGPT ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഉപയോഗിച്ചോ കണ്ടെത്തിയിട്ട് നമ്മുടെ ഉള്ളിലെ ഒരു പാഷനോട് കൂടി പോവാം. ഇന്നത്തെ എൻ്റെ പെർഫോമൻസ് ഏറ്റവും അടിപൊളിയായിരിക്കും നമ്മൾ തീരുമാനിച്ചിട്ട് അതിനുവേണ്ടി നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ പരാജയപ്പെട്ടേക്കാം, പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ആ ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യും. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. ആത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സംസാരം ഇടതടവില്ലാതെ നമുക്ക് സംസാരിക്കാൻ, നമുക്ക് ആകർഷണീയമായ രീതിയിൽ സംസാരിക്കാൻ, ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ബാക്കിയുള്ളവരോട് സംസാരിച്ച് ആ ബാരിയറിനെ, ഒബ്സ്റ്റക്കിളിനെ നമ്മൾ മറികടക്കുക. ഇനി അങ്ങനെ ബാക്കിയുള്ളവരോട് ഒറ്റയ്ക്ക് നമുക്ക് സംസാരിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. ഫോൺ ക്യാമറ ഓണാക്കി വെച്ച് നമ്മൾ സംസാരിക്കുക. എന്നിട്ട് നമ്മൾ അതിനെ കേൾക്കുക. അടുത്ത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ശബ്ദം, ശബ്ദം സൗന്ദര്യമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം മനസ്സിലാകും. രണ്ടാമത്തെ തവണ നമ്മൾ നമ്മുടെ വീഡിയോസ് കാണാം. ആ വീഡിയോസ് കാണുമ്പോൾ വേണമെങ്കിൽ ശബ്ദം വേണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? നമ്മുടെ മാനേഴ്സ്, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ വായ്, അതെല്ലാം എങ്ങനെയാണ് ചലിക്കുന്നത്, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തി ഓരോന്നും നോട്ട് ചെയ്ത് അടുത്ത സംസാരത്തിൽ അതിനെ മറികടക്കാൻ ശ്രമിക്കുക, പരിഹരിക്കാൻ ശ്രമിക്കുക. അടിപൊളി ആയിട്ട് നിങ്ങൾ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, ബാക്കിയുള്ളവരുടെ മുമ്പിലൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സംസാരിക്കാനും, നിങ്ങളാകെ മാറിപ്പോയി എന്ന് ബാക്കിയുള്ളവർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനും ആസ്വദിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ്.